നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യവേനലവധി കഴിഞ്ഞ് കുരുന്നുകൾ ഇന്നു മുതൽ വിദ്യാലയങ്ങളിലേക്ക്. രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള 1 മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് 1/2 കിലോമീറ്റർ അധികം വിള്ളൽ രൂപപ്പെട്ടത്. മംഗളൂരുവിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും തുടക്കത്തിൽ പരാതിയിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി പരാമർശിച്ചു. സൗദിയിൽ കാസർഗോഡ് ഏണിയാടി സ്വദേശി വെടിയേറ്റ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കുറ്റിക്കോൽ ഏണിയാടിയിലെ ബഷീറാണ് കൊല്ലപ്പെട്ടത്. മഴ കുറഞ്ഞതോടെ കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. റാണിപുരം, പള്ളിക്കര ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങിയവയാണ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്തും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. മധ്യവേനലവധി കഴിഞ്ഞ് കുരുന്നുകൾ ഇന്നു മുതൽ വിദ്യാലയങ്ങളിലേക്ക്. രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള 1 മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മധ്യവേനലവധിക്ക് വിട നൽകി പുത്തൻ ബാഗുകളും പുസ്തകങ്ങളും കുടയുമായി ജില്ലയിലെ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്ക്. രണ്ടാഴ്ചയോളം ആശങ്ക ഉയർത്തി കനത്ത മഴയ്ക്ക് ശേഷം മാനം തെളിഞ്ഞത് കുട്ടികൾക്ക് ആശ്വാസമായി. നവാഗതരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയത്. ജില്ലാതല പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഒരു അധ്യയന വർഷക്കാലം ആരംഭിക്കുകയാണ്. ചിത്രശലഭങ്ങളെ പോലെ പാറി പറന്ന് കളച്ചു നടക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാർ അവരെ അറിവിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന അധ്യാപക ബന്ധം. ചുരുക്കി പറഞ്ഞാൽ ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവമാക്കി മാറ്റി ഈ നാട്ടുകാർ. ഇത് കേവലം ഈ സ്കൂളിന്റെ മാത്രം ഒരു പ്രവേശനോത്സവമല്ല, ഈ നാടിന്റെ, ഈ ഗ്രാമത്തിന്റെ ഒരു പ്രവേശനോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടുകാർക്കും അതുപോലെ PTA ഭാരവാഹികൾക്കും ഇതിന്റെ സംഘാടക സമിതിയിലുള്ള എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. പൊതുവിദ്യാലയങ്ങളും പ്രവേശനോത്സവം പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടത്തിയത്. രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള 1 മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ 592 വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 1,88,557 വിദ്യാർത്ഥികളായിരുന്നു. ഇതിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് 17,006 കുട്ടികളായിരുന്നു. വിവിധ ക്ലാസുകളിലെ മാറ്റം വന്ന പാഠപുസ്തകം ഉൾപ്പെടെയുള്ളവയുടെ വിതരണം 80% പൂർത്തിയായി അധികൃതർ അറിയിച്ചു. മലയാളം മീഡിയത്തിലെ പുസ്തകങ്ങൾ നേരത്തെ തന്നെ ഡിപ്പോകളിൽ നിന്ന് വിതരണം ചെയ്തിരുന്നു. കന്നഡ മീഡിയം വിദ്യാലയങ്ങളിലേക്കുള്ള പുസ്തകങ്ങളാണ് വിതരണത്തിനായി ബാക്കിയുള്ളത്. ഇത്തവണ മാറിയ 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ജില്ലയിൽ വിതരണം ചെയ്തെന്നും ബാക്കിയുള്ളവ ഉടൻ വിതരണം ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ജില്ലയിലെ പ്രൈമറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള കൈത്തറി യൂണിഫോം വിതരണം പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. കൈത്തറിയുടെ തുണികൾക്ക് നിറം ചേർക്കാനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവശേഷിക്കുന്ന യൂണിഫോം തുണിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സ്കൂൾ പരിസരങ്ങളിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ PTA നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പരിസര ശുചീകരണവും നടക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ജനജാഗ്രതാ സമിതികളും പോലീസും എക്സൈസും സ്കൂൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ 317 വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരസഭതല സ്കൂൾ പ്രവേശനോത്സവം മേലാങ്കോട്ട് സ്കൂളിൽ നടന്നു. റാലിയും നൃത്തശില്പവും ശ്രദ്ധേയമായി.
നഗരസഭാതല പ്രവേശനോത്സവം മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് നടന്നത്. പ്രൈമറിയിൽ 33 ഒന്നാം ക്ലാസ്സിലും 32 അഞ്ചാം ക്ലാസ്സിലും 37 എന്നിങ്ങനെയായി 110 കുട്ടികൾ പുതുതായി സ്കൂളിൽ പ്രവേശനം നേടി. പ്രവേശനോത്സവം, റാലി, നൃത്തശില്പം എന്നിവ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തില് അവർ പരസ്പരം സുഹൃത്തുക്കളായി, ഇവർ തന്നെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളായിട്ട് അവർ മാറി. അപ്പൊ അങ്ങനെ ഒരു വിദ്യാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ്. ACKNS GUPS മേലാങ്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം ACKNS GUPS ആയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് GUPS വരലെയാണ് അല്ലേ വർഷമുണ്ടാകുമ്പോൾ മാറിയില്ലേ ആ സമയത്ത്. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, മുൻ ഹെഡ്മാസ്റ്റർ M. കുഞ്ഞമ്പു പൊതുവാൾ എന്നിവർ പഠനോപകരണ വിതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി, കൌൺസിലർ TV സുജിത് കുമാർ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. വിനോദ് കുമാർ, മദർ PTA പ്രസിഡന്റ് C. മഞ്ജു, SMC ചെയർമാൻ ബാബു മണലിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K. പ്രസേനൻ, പാർക്കോ ക്ലബ് ഭാരവാഹി N. ഗംഗാധരൻ, അരിയാൽ ബ്രദേഴ്സ് ക്ലബ് അംഗം KV പ്രഭാകരൻ, നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ക്ലബ് ലൈബ്രറി പ്രസിഡന്റ് M. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജേഷ് കൊലിയേരിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി P. ശ്രീകല നന്ദിയും പറഞ്ഞു. തുടർന്ന് അരിയാൽ ബ്രദേഴ്സ് ക്ലബ്ബും കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. മുൻ അധ്യാപകൻ P. കണ്ണൻ പഴയകാല ഓർമ്മ പുതുക്കിക്കൊണ്ട് നാരങ്ങ മിഠായി നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാതല പ്രവേശനോത്സവം അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഗ്രാമത്തിലെ ആദ്യത്തെ പൈലറ്റായി പഠനം പൂർത്തീകരിച്ച മുഹമ്മദ് ജസീലിനെ E. ചന്ദ്രശേഖരൻ MLA അനുമോദിച്ചു. ബേക്കൽ ഉപജില്ലാതല പ്രവേശനോത്സവം അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയവുമായി ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ തന്നെ അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതൊരു കാര്യമാണ്. തീരദേശ ഗ്രാമത്തിലെ ആദ്യത്തെ പൈലറ്റായി പഠനം പൂർത്തീകരിച്ച മുഹമ്മദ് ജസീലിനെ E. ചന്ദ്രശേഖരൻ അനുമോദിച്ചു. പ്രഭാത ഭക്ഷണം പദ്ധതിയുടെയും പാലിനൊപ്പം ഹോർലിക്സ് ബൂസ്റ്റ് പദ്ധതിയുടെയും ലോഞ്ചിംഗ് MLA നിർവഹിച്ചു. പദ്ധതിയുടെ സ്പോൺസർമാരായ പൂർവ്വ വിദ്യാർത്ഥികളായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി, സുരേന്ദ്രൻ അബുദാബി എന്നിവരെ MLA ആദരിച്ചു. കഴിഞ്ഞ വർഷവും ഇവർ തന്നെയായിരുന്നു സ്പോൺസർമാർ. LSS USS ജേതാക്കളെ MLA അനുമോദിച്ചു. നവാഗതർക്ക് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് നൽകിയ ബാഗ്, കുട, പഠനോപകരണങ്ങൾ K. രാജൻ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ടും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് അധ്യക്ഷത വഹിച്ചു. ബേക്കൽ AEO ഇൻചാർജ് C. അശോകൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബേക്കൽ BPC KM ദിലീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ഡേറ്റ് ലെക്ചറർ EV നാരായണൻ അക്കാദമിക് കലണ്ടർ പ്രകാശനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K. രവീന്ദ്രൻ, K. അശോകൻ, ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ട് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി അഷ്റഫ് പറമ്പത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ, ട്രഷറർ A. ഹമീദ് ഹാജി, വികസന സമിതി ചെയർമാൻ AP രാജൻ, റഹ്മാനിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ് A. അബ്ദുള്ള, നദീറ ബാനു, PTA പ്രസിഡന്റ് ജാഫർ പാലായി, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, MPTA പ്രസിഡന്റ് രമ്യ സുനിൽ, C. സുലേഖ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ V. മോഹനൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K. സജിത നന്ദിയും പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സിനിമാ താരവും നാടക പ്രവർത്തകനുമായ ബൈജു S. വൈക്കത്തിന്റെ ഇത്തിരിത്താളം ഒത്തിരിത്താളം എന്ന സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. സംഗീത സംവിധായകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ പ്രേംനാഥ് ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ പുത്തൻ ബാഗും കുടയുമൊക്കെയായി സ്കൂളിലെത്തി. പലരിലും ഉയർന്ന ക്ലാസ്സിലേക്ക് മാറിയതിന്റെ ആകാംക്ഷ മുഖത്ത് കാണാം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. നവാഗതരെ വരവേൽക്കാൻ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് പ്രയർ ഡാൻസിന് ചുവടുവെച്ചത് കൗതുക കാഴ്ചയായി മാറി. സംഗീത സംവിധായകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ പ്രേംനാഥ് ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൂടി വേണം? ജീവിതം ആസ്വദിക്കണം, അല്ലേ? നിങ്ങൾ എങ്ങനെ ആസ്വദിക്കുക? നേരെ പോയി മൊബൈൽ എടുത്തു, TV എടുത്തു, അല്ലേ? അങ്ങനെയാണ് ആസ്വദിക്കുക? ഞാൻ പെടുന്നില്ല. അങ്ങനെയാണ് ആസ്വദിക്കുക? അല്ല, മഴയത്ത് കളിക്കണം, ചെളിയിൽ കളിക്കണം, അല്ലേ? പ്രതിരോധ ശക്തി വർദ്ധിക്കും. നമ്മൾ നേരെ സ്കൂളിലേക്ക് വരുന്നു, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെ തറയിൽ അതുപോലെ സിമെന്റിന്റെ തറയിൽ മാത്രം കളിക്കുന്നു. ചെറിയ ചെടിയൊക്കെ നമുക്ക് അല്ലേ ചൊറിഞ്ഞു തുടങ്ങും, അല്ലേ? ഒരു മുതുകീഴ്ച ചൊറിഞ്ഞു തുടങ്ങും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പൊ മക്കളെ, ഈ ബാല്യം എൻജോയ് ചെയ്യാനുള്ളത് കൂടിയാണ്, പഠിക്കാൻ മാത്രമുള്ളതല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ സ്കൂളിന്റെ ഒക്കെ അങ്കണത്തിലേക്ക് വന്നിട്ട് ഇവിടെ മാത്രം 4 ചുറ്റൊന്ന് കളിക്കുക, 2-3 കുട്ടികളെ കൂട്ടുകൂടുക, അതല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലേ? സ്കൂൾ PTA പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ആഹ്ലാദകരമായ വേനലവധി പിന്നിട്ടാണ് ഇനി പഠനത്തിന്റെ ലോകത്തേക്ക് നിങ്ങളെല്ലാവരും കാലെടുത്ത് വെക്കുന്നത്. കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇവിടെ ഈ ഉദ്ഘാടകൻ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇന്നത്തെ മുഖ്യാതിഥി, നമ്മുടെ ജില്ലയിലെ അല്ലെങ്കിൽ ഉത്തരമലബാറിലെ അറിയപ്പെട്ട സംഗീത സംവിധായകനാണ്. 2 സിനിമകളിൽ സംഗീതം ചെയ്ത ആളാണ്. അതോടൊപ്പം ഏറ്റവും മനോഹരമായി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന മോട്ടിവേറ്ററാണ്. അത് നിങ്ങൾക്ക് ഏറെ വൈകാതെ മനസ്സിലാകും. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. സിസ്റ്റർ അനിത ജോസഫ് സ്വാഗതവും So we are at the threshold of a new academic year, and I am privileged and honored to welcome each one of you to this campus. Very specially, let us extend a warm welcome to all those who joined during this academic year to this institution, and all those students of first standard coming to our campus newly. സ്റ്റാഫ് സെക്രട്ടറി ഹരിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം GHSSൽ പ്രവേശനോത്സവം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവി വാണിയമ്പാറയുടെ കഥപറച്ചിൽ കുട്ടികൾക്ക് കൗതുകമായി. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണ വൈവിധ്യങ്ങളായ ചടങ്ങുകളോടെയാണ് നടന്നത്. സ്കൂളിനു വേണ്ടി വാങ്ങിയ പുതിയ ബാൻഡ് സെറ്റ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കവാടത്തിൽ വെച്ച് പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വരവേറ്റു. തുടർന്ന് നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ P. മിനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗായകനുമായ രവി വാണിയമ്പാറയുടെ കഥ പറച്ചിലും നാടൻപാട്ടുകളും കുട്ടികൾക്ക് ഏറെ സന്തോഷവും ഉണർവും നൽകി. കരുണാകരൻ കുന്നത്ത്, AV പവിത്രൻ, ധന്യ അരവിന്ദ്, പ്രിയ ടീച്ചർ, ആശാലത, PV ജനാർദ്ദനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് P. ബിന്ദു സ്വാഗതവും പ്രേമ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധ്യയന വർഷം ആരംഭിച്ച ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി എത്തിയ 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കുട്ടികളെ സ്വീകരിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. അധ്യയന വർഷം ആരംഭിച്ചു. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി എത്തിയ 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കുട്ടികളെ സ്വീകരിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ.
കുട്ടികൾക്ക് പൂക്കൾ നൽകിയും സമ്മാനപ്പൊതികളും നൽകിയും ബാഡ്ജ് ധരിപ്പിച്ചുമാണ് സ്കൂളിലേക്ക് എത്തിച്ചത്. ഹെഡ്മാസ്റ്റർ രാജേഷ് MP-യുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ടി വഹീദത്ത്, TV സിന്ധു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK ആനന്ദകൃഷ്ണൻ, ജനമൈത്രി ബീറ്റ് ഓഫീസറും ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ പ്രദീപൻ കോതോളി എന്നിവരും കേരറ്റുകളും ആണ് കുട്ടികളെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുച്ചിലോട്ട് GLP സ്കൂളിൽ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീന K ഉദ്ഘാടനം ചെയ്തു. മുച്ചിലോട്ട് GLP സ്കൂളിലെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീന K ഉദ്ഘാടനം നിർവഹിച്ചു. ഹിസ്റ്ററിയിൽ റാങ്ക് നേടിയ കുട്ടി, ആ കുട്ടിയും പൊതു വിദ്യാലയത്തിൽ പഠിച്ച കുട്ടി തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നത് നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നല്ല എന്ന് പറയാം, നമ്മുടെ പൊതുവിദ്യാലയത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുക. നമുക്കറിയാം ഈ സ്കൂളിന്റെ കഴിഞ്ഞ വർഷത്തെ മുഖച്ഛായല്ല ഈ വർഷം. ഇതിപ്പോ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കയറി വരുന്നൊക്കെ കുട്ടികൾക്ക് തോന്നുന്നത്. PTA പ്രസിഡന്റ് രാജീവൻ M അധ്യക്ഷത വഹിച്ചു. KV ലക്ഷ്മി, വിശ്വനാഥൻ K, അനിത, വിജയൻ ചെരിച്ചൽ, ബാലകൃഷ്ണൻ PV, സവിത P, രമേശൻ മാവുങ്കാൽ, മാത്യു കുശവൻകുന്ന്, രാകേഷ്, കുമാരൻ നാലപ്പാടം, രഞ്ജിത്ത് P, ശ്യാം എന്നിവർ സംസാരിച്ചു. V സുമംഗല സ്വാഗതവും മുഹമ്മദ് പവാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് 1/2 കിലോമീറ്ററിൽ അധികം വിള്ളൽ രൂപപ്പെട്ടത്. കാസർഗോഡ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെടുന്നത് പതിവ് സംഭവമാകുന്നു. ഒടുവിലായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം സ്റ്റോപ്പിലെ പാലം മുതൽ പടുവളം വരെ റോഡിന്റെ പടിഞ്ഞാറും കിഴക്കും 1/2 കിലോമീറ്ററാണ് വിള്ളൽ കാണപ്പെട്ടത്. 10 മീറ്ററിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാണ് ഇവിടെ നിർമ്മാണം നടന്നത്. ഇതുവഴി വാഹന ഗതാഗതം തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. വിള്ളൽ കണ്ടതായി നാട്ടുകാർ സൂചിപ്പിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ വിള്ളലിൽ ടാർ ഒഴിച്ച് ഒട്ടിച്ച് അതിന്റെ മുകളിൽ ഒരു പാളി കോൺക്രീറ്റും നിരത്തി പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടി വെച്ചിട്ടാണുള്ളത്. വിള്ളൽ വീണ സ്ഥലത്തെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കണമെന്നും കലക്ടറും ജനപ്രതിനിധികളുമടക്കം സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഭിത്തിയുടെ ബലക്ഷമത പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണം നടത്തുന്ന ചെങ്കള, നീലേശ്വരം റീച്ചിൽ പലയിടത്തും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ചെറുക്കള, തെക്കിൽ, കാനത്തുംകുണ്ട്, പെരിയാട്ടടുക്കം ടൗൺ ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിലും നേരത്തെ വിള്ളൽ കണ്ടെത്തിയിരുന്നു. പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും കൃത്രിമത്വവുമാണ് ഇത്തരത്തിലുള്ള വിള്ളലുകളും ഗർത്തവും രൂപപ്പെടാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും തുടക്കത്തിൽ പരാതിയിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി പരാമർശിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് മംഗളൂരു കൊടുപ്പുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. K സുശാന്ത്, രാഹുൽ എന്നിവർക്കാണ് ദക്ഷിണ കന്നഡ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും തുടക്കത്തിൽ പരാതിയിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി പരാമർശിച്ചു. കേസിൽ 21 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആൾക്കൂട്ട കൊല സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടും കൃത്യസമയത്ത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഏപ്രിൽ 27-നാണ് കുടുപ്പുവിലെ മൈതാനത്തിന് സമീപം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മാനസിക അസ്വാസ്ഥ്യമുള്ള അഷ്റഫിനെ ചവിട്ടിയും അടിച്ചും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2 ദിവസത്തിന് ശേഷമായിരുന്നു ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ഇത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. സൗദിയിൽ കാസർഗോഡ് ഏണിയാടി സ്വദേശി വെടിയേറ്റ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കുറ്റിക്കോൽ ഏണിയാടിയിലെ ബഷീറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെയാണ് മരിച്ച വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. എങ്ങനെയാണ് വെടിയേറ്റതെന്ന വിവരം വ്യക്തമല്ലെന്നും സ്പോൺസറുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും കുടുംബം പറഞ്ഞു. മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് ബഷീർ. മുഹമ്മദിന്റെയും പരേതയായ മറിയുമ്മയുടെയും മകനാണ്. നസ്രിയയാണ് ഭാര്യ. മക്കൾ ഫിദ, മുഹമ്മദ് ആദിൽ, സഹോദരങ്ങൾ അബൂബക്കർ, അസീന, കരീം, റസാഖ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മഴ കുറഞ്ഞതോടെ കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. റാണിപുരം, പള്ളിക്കര ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങിയവയാണ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്.
കാലവർഷത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കഴിഞ്ഞ 24 മുതൽ 31 വരെ ഏർപ്പെടുത്തിയ റാണിപുരം ട്രക്കിംഗ് നിരോധനത്തിന് ശേഷം ഞായറാഴ്ച തുറന്നപ്പോൾ 683 പേരാണ് റാണിപുരം ട്രക്കിങ്ങിനായി എത്തിയത്. ഇതിൽ 371 പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരാണ്. തൊട്ടടുത്ത കർണാടകയിലെ സുള്യ, മടിക്കേരി, പുത്തൂർ, മൈസൂരു, ബാംഗ്ലൂരു, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികൾ 312 പേരാണ്. റാണിപുരത്തിന്റെ മഴയും കോടമഞ്ഞും മലനിരകളും വശ്യമായ കാനന കാഴ്ചകൾ കാണാനുമായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റാണിപുരം ട്രക്കിങ്ങിനായി എത്തുന്ന പ്രദേശവാസികളുടെ എണ്ണവും കൂടുതലാണ്. സഞ്ചാരികളുടെ സർവീസ്ഡ് വില്ലകളിലും തിരക്ക് കൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ റാണിപുരത്തിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ റാണിപുരത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റാണിപുരം വന സംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് മധുസൂദനൻ, സെക്രട്ടറി ഡി വിമൽരാജ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, റാണിപുരം. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവ് മഞ്ചേശ്വരം പോലീസ് പിടികൂടി. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകയെയാണോ പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരക്കാരിൽ പ്രധാന കണ്ണിയാണോ പിടിയിലായ പ്രതിയെന്ന് പോലീസ്. കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി ബി.വി. വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. വേനലവധി കഴിഞ്ഞു വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് സംശയിക്കുന്നു. കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വെളുത്തെഴുത്ത് നായർ സമാജം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ ശൗര്യചക്ര PV മനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള വെളുത്തെഴുത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ജില്ലാ കുടുംബസംഗമം ശൗര്യചക്ര PV മനീഷ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആ സൈനികനെ ആദരിക്കുന്നത് ഒരു സൈനികൻ ഒന്നു മാത്രമാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒറ്റൊരു കാര്യത്തിലാണ്. ഒരു സൈനികൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. ഒരു സൈനികനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈനികൻ പറയും, രാഷ്ട്രം എന്നിൽ വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാഷ്ട്ര സുരക്ഷയാണ്. ആ രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടു കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നും സുരക്ഷിതമായി നിൽക്കുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഏറ്റവും രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യം ഒരു സ്ഥലത്ത് നിന്നും സേഫ് സോണല്ല. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ രാമകൃഷ്ണൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ചു. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച സമുദായാംഗങ്ങളായ VV കേളു കൊടവലം, V രാജൻ കൊടവലം, മനോജ് വെള്ളിക്കോത്ത്, തമ്പാൻ മടിക്കൈ, മോഹനൻ മേലാഞ്ചേരി, സുകേഷ് നീലേശ്വരം, V ബാലകൃഷ്ണൻ കിനാനൂർ, ജയേഷ് കാട്ടിപ്പൊയിൽ, മധു വാഴ്ന്നൂറടി, പ്രദീപ് വാഴ്ന്നൂറടി, രാജേഷ് ബാബു നീലേശ്വരം, അനൂപ് നീലേശ്വരം എന്നിവർക്കുള്ള ആദര സമർപ്പണം ശൗര്യചക്ര PV മനീഷ് നിർവഹിച്ചു. KVNS സംസ്ഥാന കമ്മിറ്റി അംഗം ES രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത യക്ഷഗാന കലാകാരൻ നാരായണൻ മടിക്കയെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. MP രാജേഷ്, ചന്തു കിനാനൂർ, V ദാമോദരൻ മരുതളം എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം B രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ചെമ്മനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാഗത നൃത്തവും കൊടവലം യൂണിറ്റിന്റെ ചെണ്ടമേളവും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി രാമകൃഷ്ണൻ നീലേശ്വരത്തെ പ്രസിഡന്റായും രാധാകൃഷ്ണൻ കാനത്തൂരിനെ സെക്രട്ടറിയായും ശ്രീധരൻ ബലാലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. രവീന്ദ്രൻ അയമാട്ട് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബാങ്ക് സെക്രട്ടറി നസീമ KP
അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർക്ക് ബാങ്ക് ഭരണസമിതിയും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് പാടിയിൽ പാപ്പുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബാങ്ക് സെക്രട്ടറി നസീമ KP, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർക്ക് ബാങ്ക് ഭരണസമിതിയും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് പരിപാടിയിൽ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ ഉദ്ഘാടനം ചെയ്തു. ബാങ്കുകളൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മളും നമ്മുടെ ജീവനക്കാർ ഒരു മുഴുവൻ പ്രവർത്തിച്ച് ഒന്നിച്ചു പോയാൽ മാത്രമേ നമ്മുടെ ബാങ്കിനെ സഹകരണ മേഖലയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ നമ്മുടെ ബാങ്കിൻ്റെ ജീവനക്കാരും ഡയറക്ടർമാരും ലഭിച്ച സൗഭാഗ്യങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു പോകുന്നത് എന്ന കാര്യം നമ്മളാരും മറക്കാൻ പാടുള്ളതല്ല. വൈസ് പ്രസിഡന്റ് ഹംസ പുതിയക്കോട്ട, VV സുധാകരൻ, NK രത്നാകരൻ, T കുഞ്ഞികൃഷ്ണൻ, VV മോഹനൻ, കരീം കല്ലൂരാവി, ഭാസ്കരൻ, P സരോജ, അസീന പടന്നക്കാട്, സുബൈദ, മുൻ ബാങ്ക് പ്രസിഡന്റ് A മോഹനൻ നായർ, മുൻ സെക്രട്ടറി H കമലാക്ഷ, വിനോദ് പഞ്ചിക്കൽ, ഗീത VV, M സുനിൽ, രാഹുൽ R എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് കൗൺസിലിന്റെ ഉപഹാരങ്ങൾ സുജിത് പുതുക്കൈ, രതീഷ് OV എന്നിവരും ബാങ്കിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ശിവകുമാറിനുള്ള ഉപഹാരം ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയക്കോട്ടയും സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റും വിതരണം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി നസീമ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി സുജിത് പുതുക്കൈ സ്വാഗതവും ട്രഷറർ K അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ ആധ്യാത്മിക സമിതിയുടെ 4ാം മകരഭാരതി പുരസ്കാരം അജാനൂർ മാണിക്കോത്ത് അരയവളപ്പ് കുഞ്ഞിക്കണ്ണൻ ഗുരുസ്വാമിക്ക് സമർപ്പിച്ചു. കൊളവയിൽ ആധ്യാത്മിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വർഗീയ കൊളവയിൽ BK നാരായണ ഗുരുസ്വാമിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4ാമത് മകരഭാരതി പുരസ്കാരം ആധ്യാത്മിക സാമൂഹ്യ സേവന മേഖലയിലെ നിറസാന്നിധ്യമായ മാണിക്കോത്ത് ശ്രീ അയ്യപ്പ ഭജന മന്ദിരം സ്ഥാപകനും ഗുരുസ്വാമിയും അജാനൂർ മാണിക്കോത്ത് താമസിക്കുന്ന ശ്രീ അരയവളപ്പ് കുഞ്ഞിക്കണ്ണൻ ഗുരുസ്വാമിക്ക് സമർപ്പിച്ചു. 5001 രൂപയും ഭാരത് മാതാ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. AC ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട്. 1981 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നിരുന്നു. അന്ന് ഞാൻ നിയമ വിദ്യാർത്ഥിയായിരുന്നു. അതിനെ തുടർന്ന് ദീർഘകാലം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ ജില്ലയിലെ പല ചുമതലകളും വഹിച്ചു. തുടർന്ന് ആദരപർവത്തിൽ ഗുരുസ്വാമിമാരായ കൊളവയൽ മൊട്ടമ്മൽ അയ്യപ്പ മഠത്തിലെ അശോകൻ ഗുരുസ്വാമി, കാറ്റാടി കൊളവയൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ ഭാർഗവൻ ഗുരുസ്വാമി, അജാനൂർ കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിലെ അശോകൻ ഗുരുസ്വാമി, ആശാ വർക്കർമാരായ സാവിത്രി ശശിധരൻ, വാർഡ് മെമ്പർ കുഞ്ഞാമിന, വിജയലക്ഷ്മി, അമ്പിളി സിസ്റ്റർ എന്നിവരെ വേദിയിൽ വെച്ച് ആദരിച്ചു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി കാസർഗോഡ് ജില്ലയിലെ അഭിമാനമതാരമായ ദേവികയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കൂടാതെ SLC ഫുൾ A+ നേടിയ നന്ദന, ഉജ്വൽ, രമേശ് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കൊളവയിൽ ആധ്യാത്മിക സമിതി പ്രസിഡന്റ് ചന്ദ്രൻ കൊളവയലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ആധ്യാത്മിക സമിതി മുഖ്യ കോർഡിനേറ്റർ രാമകൃഷ്ണൻ കൊത്തിക്കാൽ സ്വാഗതം പറഞ്ഞു. മോഹൻകുമാർ കൊത്തിക്കാൽ പുരസ്കാര പരിചയം നടത്തി. ഷക്ഷമ ജില്ലാ വൈസ് പ്രസിഡന്റ് രഘു AV, കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. രവി കൊളവയൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അനുമോദനവും കരിയർ ഗൈഡൻസ് ക്യാമ്പും സംഘടിപ്പിച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത്. വിജയാരവം 2025 ശ്രദ്ധേയമായി. ഇക്കഴിഞ്ഞ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അജാനൂർ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന SLC +2 ഉന്നത വിജയികളെയാണ് തെക്കേപ്പുറം റോയൽ റെസിഡൻസി ഹാളിൽ വെച്ച് വിജയാരവം 2025 എന്ന പേരിൽ അനുമോദന പരിപാടി നടത്തിയത്.
ഒപ്പം അസാപ്പിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. വിജയാരവം 2025 ഉദ്ഘാടനം ഉദുമ MLA CH കുഞ്ഞമ്പു നിർവഹിച്ചു. ഇതേ രൂപത്തിലുള്ള പല എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നതാണ് എയ്ഡഡ് സ്കൂൾ. അൺഎയ്ഡഡ് എന്നുള്ളത് നേരെ തിരിച്ചാണ്. അൺഎയ്ഡഡിൽ സിലബസിലായിരിക്കാം, പക്ഷേ അവിടെ ഗവൺമെന്റിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ചല്ല കാര്യങ്ങൾ. അത് സ്വകാര്യ മേഖലയിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പക്ഷെ പൊതുവിദ്യാഭ്യാസത്തിൽ നമ്പർ 1 കേരളമാണ്. മുമ്പൊരു ധാരണ ഉണ്ടായിരുന്നു, നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചാൽ കുട്ടികൾക്ക് നല്ല മാർക്കും കിട്ടുന്നില്ല, പഠനവുമില്ല, കുട്ടികൾ മോശമാകും എന്നൊരു തോന്നൽ നമ്മുടെ രക്ഷിതാക്കൾ വന്നിരുന്നു. അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഘട്ടമുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് ഈ സ്കൂളുകളിലൊക്കെ ആകെ ദുർബലപ്പെട്ടു, ആരും ശ്രദ്ധിക്കാതിരുന്നു. അപ്പോൾ കുട്ടികൾ വൻതോതിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് മാറാൻ തുടങ്ങി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലക്ഷ്മി തമ്പാൻ, എ ദാമോദരൻ, MG പുഷ്പ, അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ടി ഷൈജു എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്വാഗതവും അസാപ്പ് പ്രോഗ്രാം മാനേജർ NK പ്രജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് അസാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരിയർ ഗൈഡൻസ് ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരകേന്ദ്രത്തിൽ മുതിർന്ന പൗരന്മാർക്കും യുവാക്കൾക്കും പ്രയോജനം ലഭിക്കുന്ന സ്ഥിരം വ്യായാമ കേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭ മുൻകൈയെടുത്ത് നിർമ്മിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നടന്ന സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയണൽ വാർഷിക യോഗം ആവശ്യപ്പെട്ടു. നഗരകേന്ദ്രത്തിൽ മുതിർന്ന പൗരന്മാർക്കും യുവാക്കൾക്കും പ്രയോജനം ലഭിക്കുന്ന സ്ഥിരം വ്യായാമ കേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭ മുൻകൈയെടുത്ത് നിർമ്മിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയണൽ വാർഷിക യോഗം ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് 40 വയസ്സുവരെ JCS പോവുകയും അതിനുശേഷം നമ്മൾ സീനിയർ ചേംബർ മെമ്പർ ആവുകയാണ് ചെയ്തത്. ആ സ്പാൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് ഈസ് വെരി വെരി ലെങ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലുള്ള ഒരു സ്പാൻ, ആഴത്തിലുള്ള ബന്ധമാണ് ഇവിടെയുള്ള മെമ്പേഴ്സ് തമ്മിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച വിസ്ഡം, നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച എക്സ്പീരിയൻസ്. പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനൂപ് കേളോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി HK നവീൻകുമാർ, ട്രഷറർ KJ ജെയിംസ്, M സുജിത് കുമാർ, N ബാബു നായർ, PV രഘുനാഥ് എന്നിവർ സംസാരിച്ചു. NR പ്രശാന്ത് സ്വാഗതവും HV നവീൻകുമാർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി HK കൃഷ്ണമൂർത്തിയെ പ്രസിഡന്റായും KJ ജെയിംസിനെ വൈസ് പ്രസിഡന്റായും HV നവീൻകുമാറിനെ സെക്രട്ടറിയായും N ബാബു നായരെ ജോയിന്റ് സെക്രട്ടറിയായും KV ദിനേശിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ആർട്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവീന്ദ്രൻ രവണീശ്വരത്തിന്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തക ചർച്ച നടത്തി. സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എ അശോകൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി. മധ്യവേനലവധി കഴിഞ്ഞ് കുരുന്നുകൾ ഇന്നു മുതൽ വിദ്യാലയങ്ങളിലേക്ക്. 2 ആഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള 1 മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് 1/2 കിലോമീറ്റർ അധികം വിള്ളൽ രൂപപ്പെട്ടത്. മംഗളൂരുവിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും തുടക്കത്തിൽ പരാതിയിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി പരാമർശിച്ചു. സൗദിയിൽ കാസർഗോഡ് ഏണിയാടി സ്വദേശി വെടിയേറ്റ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കുറ്റിക്കോൽ ഏണിയാടിയിലെ ബഷീറാണ് കൊല്ലപ്പെട്ടത്. മഴ കുറഞ്ഞതോടെ കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. റാണിപുരം, പള്ളിക്കര ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങിയവയാണ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്തും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.